ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ നാരങ്ങ ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങയും നെല്ലിക്കയൊക്കെ ഉപ്പിലിടുന്നത് പോലെ നമുക്ക് നാരങ്ങയും ഉപ്പിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഭരണി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജാറ് നിറയെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വിനാഗിരി ആഡ് ചെയ്യുന്ന വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. നമുക്കിനി ഇത് നന്നായിട്ട് അടച്ചു വെക്കാം. ഇനി ഈ ജാറ് ഒന്ന് നന്നായിട്ട് കുലുക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരാഴ്ചയോളം നമ്മളിത് തുറക്കാതെ ഇങ്ങനെ തന്നെ വെക്കുക. ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നാരങ്ങയൊക്കെ നന്നായിട്ട് ഉപ്പും എരിവും ഒക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു നാരങ്ങ ഉപ്പിലിട്ടതാണിത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അച്ചാറിടുന്നതിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു.